നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന് അനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. എറണാകുളം ബംഗളൂരു റൂട്ടിലോടുന്ന വന്ദേ ഭാരതിന്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക വേദി ഒരുക്കിയിരുന്നു. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് ബംഗളൂരുവിൽ എത്തിച്ചേരും. 8 മണിക്ക് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ 8:45 ഫ്ളാഗ് ഓഫ് ചെയ്തത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് കൂടാതെ വാരണാസിയിൽ 4 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ മോദി ഉദ്ഘാടനം ചെയ്തു. അധിക്ഷേപ പരാമർശം. CPIM ലോക്കൽ സെക്രട്ടറിക്കെതിരെ യൂത്ത് ലീഗിന്റെ പരാതി. മുസ്ലിം ലീഗ് നേതാവ് PMS സലാമിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയെന്നാണ് പരാതി. CPIM കണ്ണപുരം ലോക്കൽ സെക്രട്ടറി KV ശ്രീധരനെതിരെ യൂത്ത് ലീഗ് പരാതി നൽകി. യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK ഷിനോജാണ് പരാതി നൽകിയത്. സമൂഹ മാധ്യമത്തിലൂടെ വർഗീയവും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അപമാനിക്കുന്നതുമായ പ്രസ്താവന നടത്തിയെന്നാണ് പരാതി. കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം. ജസ്ന സലീമിനെതിരെയും വ്ലോഗർക്കെതിരെയും കേസ്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂരിൽ വീണ്ടും റീൽസ് ചിത്രീകരണം. ചിത്രകാരി ജസ്ന സലീമിനെതിരെയും RL ബ്രൈറ്റൻ എന്ന വ്ലോഗർക്കെതിരെയും കേസെടുത്തു. പടിഞ്ഞാറേ നടയിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചെന്ന അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് കേസെടുത്തത്. ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചിത്രം സമ്മാനിക്കുകയും ചെയ്ത് ശ്രദ്ധേയയാളാണ് ജസ്ന. ജസ്നയ്ക്കെതിരെ നേരത്തെയും സമാന പരാതി ഉയർന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള. N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3ാം പ്രതിയായ N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്തേക്കും. ദേവസ്വം സെക്രട്ടറി ജയശ്രീയെയും അറസ്റ്റ് ചെയ്യാൻ SIT നീക്കം തുടങ്ങി. നേമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ്. ED പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. പണമിടപാട് സംബന്ധിച്ച രേഖകളും ഡിജിറ്റൽ തെളിവുകളുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ബാങ്ക് മുൻ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ED കണ്ടെത്തൽ. CPIM ഭരിച്ച നേമം സഹകരണ ബാങ്കിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. ED കൊച്ചി യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയത്. ബാങ്ക് ഓഫീസിൽ നിന്നും ഭരണസമിതി അംഗങ്ങളുടെ വീട്ടിൽ നിന്നും ഡിജിറ്റൽ തെളിവുകൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ കേസ്. ക്ഷേത്രം ജീവനക്കാരുടെ നുണപരിശോധനയ്ക്ക് കോടതി അനുമതി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് അനുമതി. 6 ക്ഷേത്രം ജീവനക്കാരുടെ നുണപരിശോധന നടത്താനാണ് അനുമതി. ഫോർട്ട് പോലീസ് നൽകിയ അപേക്ഷയിലാണ് കോടതി അനുമതി നൽകിയത്. ജീവനക്കാരുടെ അനുമതി പത്രം വാങ്ങണമെന്നും നിർദ്ദേശമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെതിരെ വീണ്ടും ED നടപടി. ഗ്രീൻ വാലി അക്കാദമി അടക്കം 67 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. തിരുവനന്തപുരത്തെ STPയുടെ ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചെന്നും രാജ്യത്തേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്നും വിദേശ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരായി ഉണ്ടായിരുന്ന കേസ്. പിന്നാലെ സംഘടന നിരോധിക്കുകയായിരുന്നു. കോളേജ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് താമരശ്ശേരി മർക്കസ് ലോ കോളേജ് വിദ്യാർത്ഥി അബു അരീക്കോടിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അബു സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. CPIM സൈബർ ഇടങ്ങളിൽ സജീവമായ അബുവിന്റെ വേർപാടിൽ മുൻമന്ത്രി TP രാമകൃഷ്ണൻ അടക്കം നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. വീടിടിഞ്ഞ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. ജീവൻ നഷ്ടമായത് കളിക്കുന്നതിനിടെ. പാലക്കാട് അട്ടപ്പാടി കരുവാവൂരിലാണ് ദാരുണമായ സംഭവം നടന്നത്. സഹോദരങ്ങളായ ആദി, അജിനേഷ് എന്നിവരാണ് മരിച്ചത്. ബന്ധുവായ അഭിനയ എന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അഭിനയ നിലവിൽ ചികിത്സയിലാണ്. മുക്കാലിയിൽ നിന്നും 4 കിലോമീറ്റർ വനത്തിനകത്ത് ഉള്ള ഊരിലാണ് അപകടം. വനംവകുപ്പിന്റെ ജീപ്പിലാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചത്. ആൾതാമസമുള്ള വീടായിരുന്നില്ല ഇത്. കുട്ടികൾ ഇവിടെ കളിക്കാൻ പോയപ്പോഴാണ് അപകടം നടന്നത്. വായ്പ എടുത്ത BJP നേതാക്കളുടെ പേരുകൾ പുറത്തുവിടും. മുന്നറിയിപ്പുമായി MS കുമാർ.
BJPക്കെതിരെ കടുത്ത മുന്നറിയിപ്പും പരിഹാസവുമായി മുതിർന്ന നേതാവ് MS കുമാർ. തന്റെ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത BJP നേതാക്കളുടെ പേരുകൾ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ അനിൽകുമാറിന്റെ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരാണ് നേതാക്കളായി നടക്കുന്നത്. താൻ BJPയുടെ ഭാഗമല്ലെന്ന അഡ്വക്കേറ്റ് S. സുരേഷിന്റെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു കുമാറിന്റെ പ്രതികരണം.